നമ്മുടെ ഈ പ്രാവശ്യത്തെ കോഴിക്കോടൻ ട്രിപ്പിന് പാത്തൂനെ കാണാന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ല, വേറൊരു വലിയ ഉദ്ദേശം കൂടിയുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. കാര്യം ഒരു 2 ദിവസത്തേക്ക് നിൽക്കാനാണ് പോകുന്നതെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. അത് ട്രെയിനിൽ നിന്ന് ഇറക്കാൻ നല്ല പണി വിട്ടു. ഈ സായിക്കാക്കായ അല്ലാണ്ട് വേറൊരു ഇക്കാക്ക ഉണ്ടോ എനിക്ക്? സുന്ദരനിക്കാക്കയും ഒരു സുന്ദരനിക്കാക്കയും. അവിടെ വീട്ടിലെത്തിയിട്ട് കുറച്ച് പെട്ടിപൊട്ടിക്കൽ സീനാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് റംബൂട്ടാനും കുറച്ച് ബീഫും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സും ടോയ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിതാ കോഴിക്കോടാണുള്ളത് അല്ലേ ആയി? നമ്മളെവിടെ ഉള്ളേ? അപ്പം നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. ഞാൻ ഒരുപാട് നാളായല്ലോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വേണം അറ്റ് കോഴിക്കോട്. നമുക്ക് ഇന്ന് കുറച്ച് പ്ലാൻസ് ഉണ്ട്. നമ്മളിന്ന് എവിടെ പോകുകയായി? വാട്ടർ തീം പാർക്ക്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. അപ്പോൾ ഇതാ കോഴിക്കോട് വന്നതിൻ്റെ സെക്കൻഡ് ഉദ്ദേശം അതാണ് കേട്ടോ, വാട്ടർ തീം പാർക്കിൽ പോവാം. കുട്ടികൾ കുറേ നാളെ അവിടെ പോകണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല ലേറ്റായി. അതുകൊണ്ട് രാവിലത്തെ ഒരു റഷാണ് നിങ്ങളെ കാണുന്നത്. ഒരു പരാന്തിൻ്റെ ഭാഗത്തു ഞാൻ വരാം. വരുമോ? പരാന്തല്ല പിരാന്ത്. ടങ്കൊന്ന് സ്ലിപ്പായതാടോ. ആ തിരക്കിൻ്റെ അടുക്കും വെറുതെ പുറത്തു പോകാൻ വിളിച്ചോണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞത്. ഓക്കെ, ഞങ്ങൾ കുച്ച കഴിഞ്ഞു. ഗൈസ്, നമ്മളെവിടെ പോവാ? എൻ്റെ അമ്മേ, അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര ട്രാഫിക്കും പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഫുള്ളായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമുക്കത് അതിൻ്റെ മുറ്റത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി. ഇത് നല്ല കോമഡി ആയിരുന്നു. പാത്തു റോണും കൂടി ഓടിപ്പോയി കയറിയ റൈഡ്. അവസാനം പാത്തു വയ്യാണ്ടായി. ജന്നു 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 വാ. കാല് നേർത്തി പിടിക്കാൻ ഞാൻ വിളിച്ചോളാം. എടാ കള്ളന്മാരെ, ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റമാണ് ഇതാ ഈ പൂൾ ഏരിയ. ഇവിടെ പൂൾ ഏരിയ തന്നെ ഒരുപാട് റൈഡ്സും ഒരുപാട് സ്ലൈഡും അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഭയങ്കര ക്രൗഡായിരുന്നു. ഞാനും സായിയാണ് സ്ലോ മോഷനിൽ ഇതാ സ്ലൈഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സായിക്ക് ഒരു പേടിയില്ല. ഒരു റൈഡിൽ തന്നെ ഒരു 10-12 പ്രാവശ്യം എന്നെ കൊണ്ട് കയറ്റിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും വെള്ളത്തിൽ തന്നെയായിരുന്നല്ലോ. എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും കോഴിക്കോട് വരുമ്പോൾ എന്തായാലും ഈ ആക്റ്റീവ് പ്ലാനറ്റിൽ വരണം.